ഹായ് വെൽക്കം ബാക്ക് ടു അമൽ ഇൻസ്പയേഴ്സ്. മുതുകാർ സാറുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിന് കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു വ്യക്തി അയാളൊരു പബ്ലിക് അസറ്റാണെന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ അയാൾ ഒരു പൊതു സ്വത്തായിട്ട് മാറും. അയാൾ ആരാധിക്കുന്ന വൃന്ദങ്ങൾ അയാളിൽ നിന്ന് ഒരുപാട് സാമൂഹിക നന്മയും ഒരുപാട് ട്രാൻസ്പെറൻസിയും സുതാര്യതയും പ്രതീക്ഷിക്കും. ഇവിടെ മുദ്ഗാഡ് സാറിന് സംഭവിച്ചത് അതാണ്. മുദ്ഗാഡ് സാറ് പറഞ്ഞു, ഞാൻ എൻ്റെ മാജിക് എന്നുള്ള പ്രൊഫഷൻ വിട്ടിട്ട് ഇനിയുള്ള കാലം ഭിന്നശേഷിക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്, അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയാണ്. ആ പ്രഖ്യാപനം അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന ആരാധക ബന്ധങ്ങളെക്കാളും എത്രയോ ഇരട്ടി ഫോളോവേഴ്സ് ഉണ്ടായി. ഞാൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെടാനും തുടങ്ങി. ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എടുത്ത വിഷയം അത്ര തീവ്രവും സങ്കീർണവുമാണ്. പക്ഷെ നിലവിലുള്ള വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങളും ഒന്നും അത്ര സുതാര്യമല്ല എന്നുള്ളതാണ്. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ഒരു കരിക്കുലം എങ്ങനെ വ്യാജമാണോ അല്ലേ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഉദാഹരണം, 90% വൈകല്യം ബാധിച്ച ആള് ഈ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും ഈ ഒരു ലെവലിലേക്ക് ഇരിക്കാനും ഈ ഒരു ലെവലിലേക്ക് സംസാരിക്കാനും എന്നെ സഹായിച്ച ഒരുപാട് എനിക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആധുനിക ചികിത്സയ്ക്കും ശാസ്ത്രീയമായ പരിശീലനങ്ങൾക്കും ഒപ്പം ഒരു പാരലൽ ചികിത്സാ രീതി ഞങ്ങളുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ 19 വർഷമായിട്ട് എൻ്റെ മേലിൽ നടത്തിയ ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ എൻ്റെ പാരൻസ് കണ്ടെത്തിയ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഞാനൊരു സുപ്രഭാതത്തില് പഞ്ചഗുസ്തി താരമായതല്ല, അതിന് പിന്നിൽ ഒരുപാട് ഉപകരണങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് സിവിയർ ബാക്ക് പെയിൻ ആയിരുന്നു. ഏത് ചെയറിലിരുന്നാലും ബാക്ക് പെയിൻ ആവും. ബാക്ക് പെയിൻ ആയിട്ട് മാസങ്ങളോളം ഞാൻ കിടപ്പിലാവും. അത് മാറിയത് എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പയുടെ സുഹൃത്തുക്കളും നിർമ്മിച്ച ഒരു വീൽ ചെയർ വഴിയാണ്. ആ വീൽ ചെയർ 3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ടോട്ടൽ തെറാപ്പി യൂണിറ്റ്, ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഈ ഉൽപ്പന്നങ്ങളൊന്നും ഞങ്ങളൊരു കുട്ടിയിൽ ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഞങ്ങള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ സാറിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഒരാവശ്യം ഉന്നയിച്ചു. എന്ത്? ഈ ഉപകരണങ്ങളൊക്കെ ശാസ്ത്രീയമാണോ എന്നറിയാൻ ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കണം. അത് നിയമിച്ചതിന് ശേഷം അവരത് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇത് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ലഭ്യമാക്കണം. മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. അപ്പോഴാണ് അതൊരു സയന്റിഫിക് ആയത്, ശാസ്ത്രീയമായത്. അല്ലാത്തോടത്തോളം കാലം അത് അൺസയന്റിഫിക് ആണ്, അശാസ്ത്രീയമാണ്, വ്യാജ ചികിത്സയാണ്. സാറെ കാര്യത്തില് സാറ് പറയുന്നുണ്ടല്ലോ ഈ ഭിന്നശേഷിത്വം എന്നുള്ള അവസ്ഥ കലാപ്രവർത്തനം കൊണ്ട് മാജിക് കൊണ്ട് ഞാൻ മാറ്റിയെടുക്കുന്നുള്ളത്. അങ്ങനെ മാറ്റിയെടുക്കാവുന്ന ഒരു മൊഡ്യൂളാണോ എന്നുള്ളത് ഒരു വിദഗ്ധ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയോ, റെഫറൻസ് ചെയ്തോ, പഠനം നടത്തിയോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ സാർ തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഭിന്നശേഷിക്കാരിയായിട്ടുള്ള കുട്ടിയില്ല, എൻ്റെ കുടുംബത്തിൽ അങ്ങനെ കുട്ടിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള കുട്ടി കുടുംബത്തിലുണ്ടെങ്കിൽ ആ ഒരു ഭിന്നശേഷിത്വം എന്നുള്ള അവസ്ഥയെ പറ്റിയിട്ട് ലോട്ട് ഓഫ് നോളജ് കിട്ടും. അനുഭവിച്ചറിയുന്നവർക്ക് മാത്രം മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് ഭിന്നശേഷിത്വം എന്നെങ്കിലും സാറ് മനസ്സിലാക്കി. മുദ്ഗാഡ് സാറിനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ, ആരാധകരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ മുദ്ഗാഡ് സാറിൽ നിന്നും ആഗ്രഹിക്കുന്ന സുതാര്യമായ സാമൂഹിക നന്മ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം അത് കിട്ടുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമുള്ള സംഗതിയാണ്. അങ്ങനെ ആ സാമൂഹികമായ നന്മ പ്രദാനം ചെയ്യണമെങ്കിൽ, മുദ്ഗാഡ് സാർ പ്രദാനം ചെയ്യണമെങ്കിൽ അത്രയും ഈ പ്രസ്ഥാനവുമായിട്ട് ഈ മേഖലയുമായിട്ട് കമ്മിറ്റഡ് ആവണം. അങ്ങനെയുള്ള ഒരാൾക്ക് എല്ലാവരെയും ഒരേപോലെ കാണാനും എല്ലാവരെയും പ്രശ്നങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങിച്ചെല്ലാനും കൃത്യമായിട്ടുള്ള രീതിയിൽ പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മുദ്ഗാഡ് സാറുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ തുടർച്ചയായിട്ട് ശാസ്ത്രമേളയിൽ വിജയിച്ചിട്ടുണ്ട്. അത് പലതവണ ജില്ലയിലും സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. അക്ഷരമുറ്റം പോലെയുള്ള വലിയ ക്വിസ് മത്സരങ്ങളിൽ എനിക്ക് പ്രൈസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മോഡൽ യുഎൻ പാർലമെന്റ്, ലോകത്തിൽ നിന്നും 300 പരം കുട്ടികൾ മത്സരിക്കുന്ന മോഡൽ യുഎൻ പാർലമെന്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡിപ്ലോമസി അവാർഡ് കിട്ടിയിട്ടുണ്ട്. യങ് ഇൻസ്പയർ
മാനക് കോമ്പറ്റീഷൻ നാഷണൽ ലെവലിൽ പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 600 മത്സരാർത്ഥികൾക്കൊപ്പം ഏക ഭിന്നശേഷിക്കാരൻ. റിവർ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഏറെ അപകടം പിടിച്ച ഗെയിമിൽ പങ്കെടുത്ത ആദ്യ സെർബിൾ പാൾസിക്കാരനാണ് ഞാൻ. ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച കഥാരചനയിൽ എനിക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലത്തെ പാഠപുസ്തകത്തിൽ 9ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തിൽ ഒരു പാഠം എന്നെ പറ്റി പഠിക്കാനുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉജ്ജ്വല ബാല്യ പുരസ്കാരം കിട്ടിയതാണ്. ഇപ്രാവശ്യത്തെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി സംസ്ഥാന അവാർഡ് കിട്ടിയതാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി മാതൃകാ വ്യക്തി എന്നുള്ള പുരസ്കാരങ്ങളുടെയും അംഗീകാരങ്ങളുടെയും ഒരു വരി തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ചുരുക്കിയതാണ്. അപ്പോൾ ഇത്രയും അച്ചീവ്മെന്റ് നേടിയ ഒരാൾ, അതായത് പൂർണ്ണമായിട്ടും കിടപ്പിലായിരുന്ന ഒരാൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയ നാൾവഴികളെ വെച്ചിട്ട് എനിക്ക് മുതുകാട് സാറെ ഭയങ്കര ആരാധനയായിരുന്നു ആ സമയത്ത്. ആ നാൾവഴികൾ വെച്ചിട്ട് ഒരുപാട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ പേജ് കൈകാര്യം ചെയ്യുന്നത് യൂണിസെഫാണ്, അവരുടെ അടുത്ത് നിന്ന് പെർമിഷൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര വൈറൽ താരമൊന്നുമല്ല. ചെറിയ ചെറിയ ചാനലുകളും ചെറിയ ചെറിയ പത്രങ്ങളും ഒക്കെ എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഒന്ന് വരെ ഒരു റിയാലിറ്റി ഷോയിൽ പോലും എന്നെ വിളിച്ചിട്ടില്ല. നമ്മൾ ആ ഒരു സെറ്റപ്പിലേക്ക് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ഞാൻ മുതുകാട് സാറിന് ആ ഒരു എന്നെ പറ്റി വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ 90%, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 90%-ലധികം വൈകല്യം ബാധിച്ച ആള് ഈ ഒരു ലെവലിലേക്ക് എത്തി. അപ്പോ വെറും 10-20% വൈകല്യം ബാധിച്ച ആളുകൾ ഇന്ന് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലാണ്. അവർക്കൊരു പ്രചോദനമാവും, അവർക്ക് എന്താ പറയാ, ഒരു പുതിയ ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഞാൻ വീണ്ടും പറയാണ് സാറെ കുറ്റപ്പെടുത്താനോ സാറെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ല. സാറ് അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ. ഈ മേഖലയിലായിട്ട് പൂർണ്ണമായിട്ട് കമ്മിറ്റഡ് ആവാനോ, ഈ മേഖലയിലായിട്ട് പൂർണ്ണമായിട്ട് സഹവസിക്കാനോ, ഈ മേഖലയിൽ പൂർണ്ണമായിട്ട് ഇഴകിച്ചേരാനോ സാറിന്റെ തിരക്കുകൾ കൊണ്ട് സാറിന് സാധിച്ചിട്ടില്ല. സാറിന്റെ ലിമിറ്റേഷനുകളെ പറ്റിയിട്ട് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ഒരു സാധനം പറഞ്ഞത്. ഈ മുതുകാട് സാറിന് എതിരിൽ വീഡിയോ ചെയ്യുന്ന അമ്മമാർക്ക് ഒരുപാട് മോശപ്പെട്ട കമന്റുകൾ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. ഈ മോശപ്പെട്ട കമന്റുകളൊക്കെ ചെയ്യുന്നവർ മനസ്സിലാക്കണം, ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുന്ന വിധവകളുള്ള നാടാണ് നമ്മുടെ കേരളം. അതായത് ഈ ഇത്തരം ഒരു കുട്ടി ജനിച്ചു എന്നുള്ള കാരണത്താൽ പൂർണ്ണമായിട്ടും ബന്ധം ഉപേക്ഷിക്കാതെ, ഡൈവോഴ്സ് ചെയ്യാതെ മറ്റു ബന്ധങ്ങളിലേക്ക്, മറ്റു വീടുകളിലേക്ക്, മറ്റു സൗഭാഗ്യങ്ങൾ തേടിയതും, അതായത് സെൽഫായിട്ട് ഡെവലപ്പ് ആവാൻ പോയ ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പൊ അവര് അങ്ങനെ പോയപ്പോ ഞങ്ങളെ വളർത്തിയെടുക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, ഒരു കഷ്ടപ്പാടുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും അവർ സെൻസിറ്റീവ് ആയിരിക്കും. അവരെ കൈകാര്യം ചെയ്യുന്ന രീതികൾ, മറ്റ് പല മെത്തേഡുകളുമാണ്. അത് അവരെ അവസ്ഥകൾ പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, ഞങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് സെന്ററുകളിൽ ഇത്തരത്തിൽപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതിൽപ്പെട്ട ഒരു സെന്റർ മാത്രമാണ് DAC. അല്ലാതെ DACക്കോ ഗോപിനാഥ് മുതുകാട് സാറിനോ ഒരു പ്രത്യേകതയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നാണ്, നിങ്ങൾ തൃശ്ശൂർ സണ്ണി സാറുടെ സൊസൈറ്റി ആയിട്ടുള്ള അഡാപ്റ്റ് സൊസൈറ്റി ഒന്ന് വിസിറ്റ് ചെയ്യൂ, ഞങ്ങളുടെ നാട്ടിലെ എബിലിറ്റി ഒന്ന് വിസിറ്റ് ചെയ്യൂ. ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് സെന്ററുകൾ ഉണ്ട്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി പറയുന്ന മുതുകാട് സാറിന്റെ ഫാൻസും കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങളെ പ്രതികരണങ്ങൾ മാന്യമായിട്ടുള്ള ഭാഷയിൽ അറിയിക്കുക. മുതുകാട് സാറെ, തെറ്റുകൾ തിരുത്താൻ മാത്രമുള്ള തെറ്റേ ഉള്ളൂ. തിരുത്തൽ പ്രക്രിയ ഒരു മനുഷ്യനെ ശുദ്ധനാക്കുകയുള്ളൂ, ഒരു മനുഷ്യനെ നന്നാക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. എനിക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തൽക്കാലം നിർത്തുന്നു. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ, അമൽ ഇൻസ്പയേഴ്സ്.